നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിൻ്റെത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്നു. കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമാണിത്. ഈ നാടിന് അർഹതപ്പെട്ടത് നിഷേധിക്കരുത്. ഇതാണ് നാം ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനയുമായി അവകാശപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കരുത്. ഇക്കാര്യത്തിൽ വ്യക്തമായ അനുഭവമാണ് നമുക്കുള്ളത്. ഇക്കാര്യത്തിൽ കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില വിഭാഗങ്ങൾ അത്തരത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുവാനായി തയ്യാറാവുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ BJP അതിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യം ഒരു തരത്തിലും ഉയർത്തുവാനായി അവർ തയ്യാറാവുന്നില്ല. പകപോക്കൽ നടപടിയാണ് കേന്ദ്രം കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ ശബ്ദമുയർത്തുവാനായി പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലം ഇവിടെ നാട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഹീനബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടുള്ള സമീപനമാണ് പ്രതിപക്ഷം തുടരുന്നത്. കേരളത്തെയും കേരളത്തിൻ്റെ സർക്കാരിനെയും വലിയ തോതിൽ കുറ്റപ്പെടുത്തുവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാടിന് പിന്തുണ നൽകുന്നതാണ് പ്രതിപക്ഷ നിലപാട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നത്. നമ്മുടെ നാടിൻ്റെയും ജനതയുടെയും അതിജീവനത്തിൻ്റെ പോരാട്ടമായാണ് ഇതിനെ കാണേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.